ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയും ലക്ഷദ്വീപ് സ്വദേശിയായ യുവാവും കാസർഗോഡ് നഗരത്തിലൂടെ രാത്രി ബൈക്കിൽ സഞ്ചരിക്കുന്നു. ഇരുവരും സുഹൃത്തുക്കൾ. ഇരുവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ പ്രദേശത്തെ ചില സംഘപരിവാർ സംഘടനകൾക്ക് അത് പിടിച്ചില്ല. യുവാവിനെതിരെ പരാതി നൽകാൻ അവർ പെൺകുട്ടിയെയും അമ്മയെയും സമ്മർദ്ദം ചെലുത്തുന്നു. എന്നാൽ പരാതി നൽകാൻ പെൺകുട്ടിയോ അമ്മയോ തയ്യാറായില്ല. പക്ഷേ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ച് യുവാവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു. BNS സെക്ഷൻ 137(2) പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഒടുവിൽ കേസിൽ കോടതിയിൽ നിന്ന് യുവാവിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ വിചിത്രമെന്ന് തോന്നാമെങ്കിലും കേരളത്തിൽ അടുത്തിടെ സംഭവിച്ച കാര്യമാണിത്. കഴിഞ്ഞ സെപ്റ്റംബർ 13 രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാസർഗോഡ് വനിതാ പോലീസാണ് 23-കാരനെതിരെ കേസെടുത്തത്. 17-കാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിച്ചാണ് കേസ്. കാസർഗോഡ് സെഷൻസ് കോടതിയാണ് യുവാവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കാസർഗോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനായ യുവാവും ഇതേ ആശുപത്രിക്ക് കീഴിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയായ 17-കാരിയുമാണ് ബൈക്കിൽ സഞ്ചരിച്ചത്. ആശുപത്രിയിൽ നടന്ന ഓണാഘോഷ പരിപാടിക്ക് ശേഷം ജീവനക്കാരുടെ എല്ലാം മുന്നിൽ വെച്ചാണ് പെൺകുട്ടി നഗരം ചുറ്റിക്കറങ്ങാനുള്ള ആഗ്രഹം യുവാവിനോട് അറിയിക്കുന്നത്. പിന്നാലെ ഇരുവരും ബൈക്കിൽ കാസർഗോഡ് നഗരം കാണാനിറങ്ങി. 12:45 ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ഇവർ പുലർച്ചെ 2:45 തിരിച്ചെത്തിയത്. വൈകി വന്നതിന്റെ പേരിൽ ഇരുവരോടും ആശുപത്രി അധികൃതർ വിശദീകരണം തേടി. ഇടയ്ക്ക് മഴ പെയ്തതുകൊണ്ടാണ് വൈകിയതെന്ന് ഇവർ മറുപടി നൽകി. ഇതിനുശേഷം ചില സംഘപരിവാർ സംഘടനകളിലെ ആളുകളെത്തി യുവാവിനെതിരെ പരാതി നൽകാൻ പെൺകുട്ടിയോടും അമ്മയോടും ആശുപത്രി ഉടമയിലും സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. എന്നാൽ പരാതി നൽകാൻ പെൺകുട്ടിയോ അമ്മയോ തയ്യാറായില്ല. പിന്നീടാണ് പോലീസ് തട്ടിക്കൊണ്ടുപോകലിന് സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്തത്. പരാതിയില്ലെന്നറിയിച്ചിട്ടും പോലീസ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. പെൺകുട്ടിയുടെ മാതാവിൽ നിന്നും പലതവണ SI അജിതയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തു. എന്നാൽ പരാതിയില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചുനിന്നു. കേസെടുത്ത വിവരം അറിഞ്ഞ ഉടൻ യുവാവ് അഭിഭാഷകൻ മുഖേന കാസർഗോഡ് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നവംബർ 27 കേസ് പരിഗണിച്ചപ്പോൾ യുവാവിന് മുൻകൂർ ജാമ്യം നൽകിയാൽ ഇരുവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ ജില്ലയിൽ സാമുദായിക സംഘർഷം ഉണ്ടാകുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ P. വേണുഗോപാലൻ നിലപാടെടുത്തത്. തുടർന്ന് വിശദമായ വാദം കേൾക്കാനായി ഡിസംബർ 3 കേസ് മാറ്റിവെച്ചു. സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന വാദം വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴും പ്രോസിക്യൂഷൻ ആവർത്തിച്ചു. യുവാവിന് വേണ്ടി സംഭവത്തിൽ നിജസ്ഥിതി വ്യക്തമാക്കാനായി പെൺകുട്ടിയും അമ്മയും അന്ന് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സും കോടതിയിൽ എത്തിയിരുന്നു. അവരുടെ ഭാഗങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ സെഷൻസ് ജഡ്ജി സനു S. പണിക്കർ യുവാവിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഒരു വ്യക്തിയെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നത് ഒരു കുറ്റകൃത്യമല്ല. അതൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തതെങ്കിൽ മാത്രമേ അത് കുറ്റകരമാകൂ. ഈ കേസിൽ ഇരുവരും പുറത്തു പോയപ്പോൾ മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ജഡ്ജി വാക്കാൽ നിരീക്ഷിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി യുവാവിനെ 2 ദിവസങ്ങളിലായി ഓരോ മണിക്കൂർ മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്നും അത് വൈകിട്ട് 5-നും 6-നും ഇടയിലായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി വിധിയോടെ ഇനി പോലീസ് ബുദ്ധിമുട്ടിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് യുവാവും പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും. FIR റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് യുവാവിൻ്റെ തീരുമാനം.